പപ്പി പിന്നെ. ഓക്കെ സർ, അപ്പോൾ പറഞ്ഞതുപോലെ. ആ എത്തിയല്ലോ. സുഖമായിരിക്കുന്നല്ലോ അല്ലേ പപ്പി? ദേ ഞാൻ അമ്മയുടെ അടുത്ത് എത്തി. അമ്മേ, പപ്പിയാ ഫോണില്. ബിഗ് ഫ്രണ്ടിന്റെ കല്യാണ നിശ്ചയം മുടങ്ങിയെന്ന്. അവളുടെ ചേച്ചിയമ്മ ചെന്നിട്ടുണ്ടായിരുന്നു എന്ന്. പപ്പി കണ്ടോ അവളുടെ ചേച്ചിയമ്മേ? അമ്മ തന്നെ ചോദിക്കേ. പപ്പി, നിന്നോട് അമ്മയ്ക്ക് സംസാരിക്കണോന്ന്. ഞാൻ ഫോൺ സ്പീക്കറിൽ ഇടാവേ. ആ ഇട്ടോ. പറഞ്ഞോ ആന്റി. നീ നിന്റെ ചേച്ചിയമ്മയെ കണ്ടോന്നാ അമ്മയ്ക്ക് അറിയേണ്ടത്. ഞാനെങ്ങനെ കാണാനാ? എന്നെ അച്ഛമ്മ പിടിച്ച മുറിയിൽ പൂട്ടിയിട്ടില്ലേ? അതെന്തിനാ? ഞാൻ വിഷ്ണുച്ചിനെ കല്യാണം കഴിക്കാൻ വന്ന പെണ്ണിനെ ബാഡ് ഗേൾ എന്ന് വിളിച്ചതിനാ. ശരിക്കും അത് ബാഡ് ഗേൾ തന്നെ ആന്റി. അച്ഛമ്മയ്ക്ക് മാത്രം അത് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. വിഷ്ണുച്ചിന് ചേച്ചിയമ്മയെ തന്നെ മതി ആന്റി. സന്തോഷമായിട്ടിരിക്കുന്നില്ല അല്ലേ? വലിയ സന്തോഷത്തില ആന്റി. എനിക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ചേച്ചിയമ്മ വന്നല്ലോ. ചേച്ചിയമ്മ വന്നതുകൊണ്ടാണ് പപ്പി ബിഗ് ഫ്രണ്ടിന് കല്യാണം മുടങ്ങിയത്. അല്ല, അതൊരു വലിയ കഥയാ. പറയ്. കൊറേ സമയെടുത്ത് പറയേണ്ടതാ സത്യെ. ഞാൻ നിന്നെ വിളിച്ചോണ്ടിരിക്കുന്നത് സത്യമ്മ കണ്ടാൽ എനിക്ക് നല്ല വഴക്ക് കിട്ടും, ചിലപ്പോ അടിയും കിട്ടും. എന്നാ വെച്ചോ, പിന്നെ പറയാവേ. ശരി. ഇന്ന് സ്കൂളിൽ നിന്ന് തൊട്ട് അമ്മ എന്താ വരായിരുന്നത്? അത് അമ്മയ്ക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു മോളെ. എത്ര തിരക്കുണ്ടില്ല അമ്മ വരുന്നതല്ലേ. ശാരദാമ്മയും വന്നില്ല. അത് ശാരദാമ്മേ നിന്റെ അമ്മയ്ക്ക് ഭക്ഷണം കൊണ്ടുവന്നതാ. പിന്നെ ശാരദാമ്മയല്ലേ അമ്മയ്ക്ക് ഇന്ന് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നത്. പിന്നെ അമ്മേ, ഞാൻ ഇവിടെ വെച്ച് ബിഗ് ഫ്രണ്ടിനെ കണ്ടു. ബിഗ് ഫ്രണ്ടിന്റെ ഏതോ ഫ്രണ്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ടത്രേ. ആരാണ് ആ ഫ്രണ്ട് അമ്മയ്ക്കറിയോ? അമ്മയ്ക്ക് എങ്ങനെ അറിയാനാ? അമ്മയ്ക്ക് ബിഗ് ഫ്രണ്ടിനെ തന്നെ അറിയില്ലല്ലോ. മോൾക്ക് ഇന്ന് സന്തോഷമായിരുന്നു സ്കൂളില്. പപ്പി ഇന്ന് വരായിരുന്നുണ്ട് ഒരു രസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് സങ്കടമായിരുന്നു. എന്നാൽ ഇവിടെ വന്നപ്പോ ആ സങ്കടം മാറി. ബിഗ് ഫ്രണ്ടിനെ കണ്ടല്ലോ. പിന്നെ പപ്പിയുടെ ചേച്ചിയമ്മ വരികയും ചെയ്തല്ലോ. പപ്പിയുടെ ചേച്ചിയമ്മ സത്യാമ്മയുടെ വീട്ടിലെത്തിയെന്ന് കേട്ടപ്പോ തന്നെ കുട്ടികൾക്ക് രണ്ടുപേർക്ക് സന്തോഷമായി. എന്നാണാവോ പപ്പിയുടെ ചേച്ചിയമ്മ അവിടെ താമസം തുടങ്ങിയിട്ട് അവർക്ക് ശരിക്കും സന്തോഷമാവാൻ പോകുന്നത്. ആ ദിവസം അമ്മേ ഞാനും കാത്തിരിക്കുന്നേ. ഞാനും. അമ്മ കുറച്ച് കഴിയുമ്പോൾ മോളെ രാമേട്ടന്റെ കൂടെ വീട്ടിലേക്ക് അയക്കണം. കുറച്ച് സമയം അമ്മയോടൊപ്പം ഒറ്റയ്ക്കിരിക്കണം എനിക്ക്.
അപ്പോ ഇനി ഈ കല്യാണം നടക്കില്ലെന്നാണോ നീ പറയുന്നത്? കാര്യങ്ങളെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞല്ലോ. നിനക്കെന്ത് തോന്നുന്നു? വിഷ്ണുവേട്ടനെ കല്യാണം കഴിക്കാൻ തുനിഞ്ഞിറങ്ങിയവളാ ഞാൻ. ഇങ്ങനെ ചില സിറ്റുവേഷൻസ് എന്റെ ജീവിതത്തിലും ഉണ്ടായി. ഒന്നല്ല 2 വട്ടമാണ് ഞാൻ തോറ്റത്. രണ്ടും കല്യാണ മണ്ഡപം വരെ എത്തിയിട്ട്. ഇപ്പൊ നീ ഒരു മോതിരം കൈവച്ചുകൊണ്ട് നടക്കുന്നില്ലേ? അത് വിഷ്ണുവേട്ടന്റെ വിരലിൽ തന്നെ ഇടുന്നു ശപഥം ചെയ്തോണ്ട്. അങ്ങനൊരു താലിമാലയും ചുമന്നുകൊണ്ട് കുറെ കാലം ഞാനും നടന്നതാ. എന്നിട്ടെന്തായി? എന്നിട്ടെന്ത് കിട്ടിയത് ഈ പൊട്ടനെ? ഒരു കണക്കിന് പൊട്ടന്മാരെ ഭർത്താവായി കിട്ടുന്നതാ സുസ്മിത നല്ലത്. അവരാകുമ്പോ നമ്മൾ എന്ത് കന്നന്തിരവ് കാണിച്ചാലും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് കൂടെ നിന്നോളും. ആദർശധീരന്മാരും അഭിമാനികളും ഒക്കെ ആണെങ്കിൽ അവന്റെ ഓലത്തിയ സദാചാരവും കുടുംബമഹിമ അന്തസ് ഈ നിയന്ത്രണ രേഖയ്ക്കുള്ളിൽ നിന്നല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. പൊട്ടന്മാരാണെങ്കിൽ പുറത്ത് നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ ബോറടിക്കുമ്പോ. ജഗദീപേ, അപ്പുറത്തേക്ക് പോ. എന്താ? ടച്ചിങ്സിന് ഇതേ കിട്ടിയുള്ളൂ. താറാമുട്ട വേണോന്നറിയാൻ. ആപ്പിൾ ഇരിപ്പുണ്ടോ? കാശ്മീരി ആപ്പിൾ. ശവത്തിൽ കുത്തല്ലേ സുസ്മിത? ഡോ, ശവമായതുകൊണ്ടാടോ കുത്തുന്നേ? പോടുന്നു. എന്തിനാടി ഇങ്ങനെ നിർത്തി അപമാനിക്കുന്നത്? ഭർത്താവാണെന്നുള്ള പരിഗണനയില്ലെങ്കിലും ഒരു മനുഷ്യജീവിയല്ലേ അത്? മനുഷ്യജീവി. എന്റെ ജീവിതം മൊത്തം നശിപ്പിച്ച് താറുമാറാക്കിയത് ആ കാലമാടനാ. നിനക്കറിയോ എന്നെ കെട്ടാൻ വേണ്ടി എന്തെല്ലാം അടവിറക്കിയ അയാളെന്ന്? കെട്ടി സുഖമായി കൂടെ പൊറപ്പിക്കാനല്ല, എനിക്കിട്ട് പണി തരാൻ. കൂടെ സ്നേഹം നടിച്ചു കഴിയുമ്പോ പണി ഓരോന്നായിട്ട് തന്നോണ്ടിരിക്കാൻ. ഇവിടുത്തെ വിവരങ്ങൾ ഓരോന്നായിട്ട് ചോർത്തി കൊടുത്ത് ശാലിനെ കളക്ടറാക്കി ഇവിടെ എത്തിച്ചു തന്നെ അയാളാ. ഓ, എന്നിട്ട് കണ്ടിട്ട് അങ്ങനൊന്നും തോന്നുന്നില്ലല്ലോ. ഒരയ്യോ പാവം. ആ, അതാ അയാളുടെ മിടുക്ക്. ചില നേരത്തെ എനിക്കും തോന്നും പാവമാണെന്ന്. ഇത്തിരി സ്നേഹമായിട്ട് ഞാൻ പെരുമാറി വരുമ്പോഴേക്കും എനിക്കിട്ടൊരു മുട്ടം പണി വരും. കാര്യം എന്താ? എനിക്കുള്ള പണി ഒരുക്കി വെച്ചിട്ട് മിണ്ടാതിരിക്കുക അയാള്. ഇപ്പോഴത്തെ ഈ അടക്കവും ഒതുക്കവും കണ്ടിട്ടും അങ്ങനൊരു പണി വരുന്നുണ്ടോ എന്നൊരു സംശയം. അല്ല, ചോദിക്കാൻ മറന്നു, ഇതേതാ വീട്? നീ എന്തിനാ നിന്റെ സ്വന്തം വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്? നിനക്കെന്തോ പ്രശ്നമുള്ളത് പോലെ. ഒരു പ്രശ്നം ഉണ്ടടി. ഞാനിവിടെയാണെന്ന് അമ്മയ്ക്ക് പോലും അറിയില്ല. നീ ആയതുകൊണ്ട് മാത്രമാ ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ. എന്താടി പ്രശ്നം? നീ കാര്യം എന്തെന്ന് പറയും. പറയാം. നമുക്ക് ഓരോന്ന് കഴിച്ചുകൊണ്ടിരുന്ന് സംസാരിക്കാം. ബാലേന്ദ്രൻ സാറേ, ഒന്ന് പോടോ. ബാലേന്ദ്രൻ സാറ് ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. ചൈന കോളനി അമിത് ഗ്രൂപ്പിന് മറിച്ചു കൊടുക്കാൻ നോക്കിയത് നീയാണെന്നോ? എടി, ഒന്ന് പതുക്കെ. ഇതിനൊക്കെ പിന്നിൽ മേയറായിട്ടുള്ള ഞാനാണെന്ന് ഇപ്പോഴും ഒരു കുഞ്ഞിന് പോലും അറിയില്ല. അതേടി, ഇപ്പോഴും ഒരു കുഞ്ഞിന് പോലും അറിയില്ല. പക്ഷേ കുഞ്ഞും വലുതും എല്ലാം അറിയും. അല്ലെങ്കിൽ ഈ ബാലേന്ദ്രൻ അറിയിക്കും. എന്റെ കാറിന് മുകളിൽ ഒരു ഉച്ചഭാഷണം കെട്ടി വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ. ബാലേന്ദ്ര, ആ, അപ്പൊ നിനക്കെന്റെ പേരോർമ്മയുണ്ട്. ഫോൺ വിളിച്ചാൽ എടുക്കില്ല. അന്വേഷിച്ച് ചെല്ലുമ്പോ വീട്ടിലാളില്ല.
നീ ഇവിടെ കയറി ഒളിച്ചിരുന്ന ഞാൻ അറിയില്ലെന്ന് കരുതി. നീ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും ഈ ബാലേന്ദ്രൻ നിന്നെ പൊക്കും. ബാലേന്ദ്ര, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല. പിന്നെ നീ എന്ത് വിചാരിച്ചിട്ടാടി? അമിത് ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്ന് 10 കോടി രൂപ വാങ്ങി നക്കിയിട്ട് ഇവിടെ കൈയും കഴുകിയിരുന്നു ഉണ്ണാമെന്നോ? ഡോ, കുറച്ചുകൂടെ സഭ്യമായ ഭാഷ സംസാരിക്കണോ സ്ത്രീകളോട്? ഡീ, നീ ഏതാ എന്താണെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഒരു മര്യാദയുടെ പേര് പറയാം. ചൈന കോളനി ഒഴിപ്പിക്കാമെന്ന് പറഞ്ഞ് അമിത് ഗ്രൂപ്പിന്റെ കയ്യിൽ നിന്ന് 10 കോടി രൂപ ഞാനാ ഇവക്ക് വാങ്ങിക്കൊടുത്തത്. അതെ, കോളനിക്കാരടിച്ച് പുറത്താക്കിയിട്ട് ഫ്ലാറ്റ് കെട്ടാനായിരുന്നു പരിപാടി. ഒടുക്കം കാര്യത്തോടടുത്തപ്പോ ഭൂമിയില്ല. കമ്പനിക്കാര് നാറുകയും ചെയ്തു. കാശ് വാങ്ങിച്ചു തിന്ന എവളും മാന്യ. എവളെ കോണ്ടാക്ട് ചെയ്തിട്ട് കിട്ടാത്തോണ്ടേ കമ്പനിയുടെ കൊട്ടേഷൻകാര് എന്നെ തറയിൽ നിർത്തുന്നില്ല. 24 മണിക്കൂറിനുള്ളിൽ 2-1 അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എന്നെ വീട് കയറി വെട്ടുന്ന കമ്പനിക്കാരുടെ ഭീഷണി അറിയോ? ദേ, നാളെ രാവിലെ ഫ്ലക്സ് ബോർഡിൽ പടമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കേണ്ട എനിക്ക് ഇത്രയൊക്കെ മര്യാദ ഉണ്ടാവും. കാര്യം നടന്നു കഴിഞ്ഞപ്പോ എവളങ്ങ് കയറി കുലസ്ത്രീയായി. എവളോട് മാന്യമായിട്ട് സംസാരിക്കണം പോലും. ബാലേന്ദ്ര, നമുക്ക് സംസാരിക്കാം, എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ദേ, എന്റെ സമാധാനമായി കിടക്കുക. പരിഹാരം നീ പറയും. ബാലേന്ദ്ര, പണം വാങ്ങിയതിന് പ്രത്യുപകാരം ചെയ്യില്ലെന്ന് കരുതിയോ? ഉറപ്പായിട്ടും ഞാൻ എങ്ങനെയെങ്കിലും ആ ഭൂമി അവർക്ക് തന്നെ. ഒലത്തിയ ന്യായം പറയല്ലേ സുസ്മിതേ. ദേ, ചൈന കോളനിന്നേ ഇനി ആരുടെയും കുഴിയിലിടാൻ പോലും ഒരു നുള്ളു മണ്ണെടുക്കാൻ പറ്റില്ലെന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. ചാനലുകാരും പത്രക്കാരും സാമൂഹിക പ്രവർത്തകരെല്ലാം കൂടി വളഞ്ഞിട്ട് പിടിച്ചിരിക്കുകയല്ലേ. ഇതൊന്നും പോരാഞ്ഞിട്ട് രാഷ്ട്രീയക്കാരും വാ നിറയെ പൈസ തള്ളിക്കൊടുത്തവന്മാര് പോലും ചാനലിന് അന്തി ചർച്ചയെ വന്നിരുന്നിട്ട് വാതോരാതെ പ്രസംഗിക്കുക. ബാലേന്ദ്ര, അതൊക്കെ ഇപ്പൊ അങ്ങോട്ട് അടങ്ങും. ഏതെങ്കിലും ഒരു കമ്മിറ്റി റിപ്പോർട്ട് വന്നാൽ അതിന്റെ പിന്നാലെ പൊക്കോളൂ ഈ ചാനലുകാരും പത്രക്കാരും ഒക്കെ. നീ ആരെയാ സുസ്മിതയെ പഠിപ്പിക്കുന്നേ? ബാലേന്ദ്രനെ ഇത് കുറെ കണ്ടിട്ടുള്ളതാ. ഇതേ കോടതിയിലായിപ്പോ. എന്റെ ബാലേന്ദ്ര, എല്ലാത്തിനും ഒരു പരിഹാരം കാണാൻ വേണ്ടിയാ. നീ എന്തോ ചെയ്യും? വീട്ടിൽ കയറി വന്നിട്ട് തോന്നിയ ദിവസം കാണിക്കുന്നതാ. ഞാൻ പൊയ്ക്കോളാം. അപ്പൊ നിനക്ക് നിന്റെ 10 കോടി രൂപ വേണ്ടേ? 10 പൈസ എനിക്ക് വേണ്ട. അല്ല, നീ വീട്ടിൽ കയറി താമസിക്കുമെന്ന് പറഞ്ഞു. ഇനിയൊന്നും വേണ്ടോ? എന്നാ പോടാ 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 പോവല്ലേ? എന്താ? ഒന്നുമില്ല. പോടാ പോ പോ.
ഇത് നീ മുമ്പേ ചെയ്താൽ മതിയായിരുന്നു സുസ്മിതേ. നീ വിചാരിക്കുന്ന പോലെ ഒരാളെ അല്ല മധു ബാലേന്ദ്രൻ. അയാൾ ഒരു അധികാര ദല്ലാളാ. ഒരുപാട് പൊളിറ്റീഷ്യന്മാരും കൊട്ടേഷൻകാരും പോലീസും ഒക്കെ ആയിട്ട് ബന്ധമുള്ള ആള്. ഈ അമിത് ഗ്രൂപ്പ് പോലുള്ള കോർപ്പറേറ്റ് കമ്പനികൾ അയാളെ മീഡിയേറ്റർ ആയിട്ട് വെക്കണമെങ്കിലേ അയാൾക്കുള്ള പിടിപാട് എത്രയെന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈവൻ ജുഡീഷ്യറിയിൽ വരെ പിടിപാടുണ്ട്. പിന്നെ ഓലക്ക അതുകൊണ്ട് നമുക്ക് എന്ത് കാര്യം സുസ്മിത? അയാളോട് 10 കോടി രൂപ വാങ്ങിച്ചു പോയില്ലേ? എന്ന് വെച്ച് അയാൾ നിനക്ക് 10 കോടി രൂപ തന്നെന്നുള്ളതിന് തെളിവല്ലോ ഉണ്ടോ? ഇന്ന് ചോദിച്ചാ ഇല്ല. പക്ഷേ പിന്നെന്തോന്ന് പക്ഷേ? എന്തോന്ന് പക്ഷേ? എന്റെ സുസ്മിത, ഇത് അഴിമതി പണമാണ്. ഇങ്ങനത്തെ കാശ് പലയിടത്തും അറിയുന്നുണ്ട്. കോർപ്പറേറ്റ് കമ്പനികൾ അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി പലയിടത്തും പണം ഇറക്കും. അതിൽ ചില കാര്യങ്ങൾ നടന്നു എന്ന് വരും, മറ്റു ചിലത് നടക്കുകയില്ല. ഈ നടക്കാത്ത കാര്യത്തിന്റെ കാശ് പിരിക്കുക അവര് വഴിയിലിറങ്ങി നടക്കുകയാണോ ചെയ്യുന്നത്? പിന്നെ ബാലേന്ദ്രൻ വന്നതോ? അവനെ വിശ്വസിച്ചാണ് നിനക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ഇനി ഈ അമിത് ഗ്രൂപ്പിനൊക്കെ 10 കോടി രൂപയെന്ന് പറഞ്ഞാൽ 2 പുളിങ്കുരുവിന്റെ വിലയല്ലേ ഉള്ളൂ. ഈ ചൈന കോളനിയിലെ പ്രോജക്ട് നടക്കാൻ വേണ്ടി അവര് 10 കോടി രൂപ മുടക്കി കാണും. പക്ഷേ പ്രോജക്ട് നടക്കില്ല എന്ന് വന്നപ്പോ അവരത് വിട്ടു. മനസ്സിലായ? പിന്നെ ഒരു ഭംഗി വാക്കിന് അവര് നിന്റെ അടുത്ത് പണം തിരിച്ചു ചോദിച്ചിട്ടുണ്ടാവും. കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് അവരും കരുതി കാണും. അല്ലെങ്കിൽ ബാലേന്ദ്രൻ പറഞ്ഞ കൊട്ടേഷൻ കറക്കാൻ നിന്നെ തിരക്കി വരണ്ടേ? അപ്പോ എന്റെ പൊന്നു സുസ്മിതേ, ബാലേന്ദ്രൻ ഒരു ഓലപ്പാമ്പിനെ ഇറക്കി നോക്കിയതല്ലേ? ഈ 10 കോടി രൂപ നീ തിരിച്ചു കൊടുത്താലും അമിത് ഗ്രൂപ്പിനോട് അത് കിട്ടിയില്ല എന്നേ അവൻ പറയൂ. അവൻ ആ പൈസ വാങ്ങിച്ച് പോക്കറ്റ് ചെയ്തു. 10 കോടി രൂപ ചുമ്മാ കിട്ടിയാൽ പുളിക്കൂ? അങ്ങനെയാണല്ലേ? പിന്നല്ലാതെ. അപ്പൊ ഈ പണം തിരിച്ചു കൊടുക്കാത്തോണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ലേ? എവിടെന്ന്? നീ ഒരു മേയറാണെന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ. എന്തു പറ്റിയടി? ജഗദീവ് പറഞ്ഞതൊന്നും നിനക്ക് ഇനിയും വിശ്വാസം വന്നില്ലേ? ഛേ, അതല്ലടി, വലിയൊരു അബദ്ധം പറ്റി. ഏതായാലും തിരിച്ചു കൊടുക്കണ്ടല്ലോ. ഒരു 20 കോടി വാങ്ങാമായിരുന്നു അവരോട്. എന്റെ സുസ്മിത, ഒരു ഗ്ലാസ്. അതൊന്നും വേണ്ട, ജഗതി ഭാഗത്ത് പോ. ഇനി എന്താ? മറ്റേ ഗ്ലാസ് വെക്കട്ടെ. എന്ത്? ഒരു ഗ്ലാസും വേണ്ട. ജഗദീപിനോട് അകത്ത് പോകാനാ പറഞ്ഞേ. ശരി. എന്താടി മറ്റേ ഗ്ലാസ്? അത് മുഖത്ത് വെക്കുന്ന കൂളിംഗ് ഗ്ലാസ്സാ. അതും വെച്ച് വലിയ ജാടയില നടന്നോണ്ടിരുന്നെ. അത് ഞാനിപ്പോ ഊരി വെപ്പിച്ചിരിക്കുക. പാവം, നിനക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ട്. എടി, കല്യാണം കഴിക്കാത്തോണ്ടാ നിനക്ക് അങ്ങനെയൊക്കെ തോന്നേ. ഭർത്താക്കന്മാരെ വരുതിക്ക് നിർത്തണം, ഇല്ലെങ്കിൽ പിഴച്ചു പോവും. ഓ, അങ്ങനെയാണല്ലേ? അങ്ങനെ പലതും പഠിക്കാനുണ്ട്. നീ ഒക്കെ വഴിയെ പറഞ്ഞുതരാം. ഓ, ഓക്കെ. സുസ്മിതയ്ക്കുള്ളത് സുസ്മിതയ്ക്ക്, ബാലേന്ദ്രനുള്ളത് ബാലേന്ദ്രന് മാത്രം. നിങ്ങളോട് നിന്നാൽ മതി, ഞാൻ അതുമായി സംസാരിക്കട്ടെ. സർ. നീ പേടിക്കണ്ട സുസ്മിതേ. അല്ലെങ്കിൽ തന്നെ ഈ നാട്ടിലൊക്കെ അഴിമതി കേസിൽ എന്ത് നടപടി ഉണ്ടാവാനാ? ഞാനൊരു ശുദ്ധ മനസ്സിന്റെ ഉടമയാ മധുശ്രീ. അതുകൊണ്ട് തന്നെ ഒരു നിസ്സാര കാര്യം വരുമ്പോ ചുമ്മാ അതങ്ങ് പേടിക്കും. ആ, അതാ ഇന്ത്യയും കുഴപ്പം. ഇത്രയും പാവമായി പോകരുതെന്ന് അച്ഛൻ എപ്പോഴും പറയും. എന്റെ ചെലവിൽ ചുമ്മാ അവളും കൂടി ഒരു ഗോൾ അടിച്ചു. ആ, ചിറ്റപ്പനാ. എന്താടി പോലീസൊക്കെ? അയ്യോ, ഇത് പോലീസൊന്നുമല്ല, എന്റെ ചിറ്റപ്പനാ, ACP ചന്ദ്രബോസ്.
ഞാൻ എന്ത് പോക്കരത്തരം കാണിച്ചാലും അതിൽ നിന്നൊക്കെ ഊരി തരുന്ന ഈ ചിറ്റപ്പനാ. ചിറ്റപ്പന്റെ ഒരു ബലത്തിലല്ലേ എൻ്റെ ഈ കളികളൊക്കെ. ഞാനൊരു കൊലപാതകം ചെയ്താലും ചിറ്റപ്പൻ എന്നെ അതിൽ ഊരിയെടുക്കുന്നുള്ള കാര്യം ഉറപ്പാ. ആ പിന്നെ ഈ ചിറ്റപ്പന്റെ നമ്പർ ഒന്ന് വാങ്ങി വെച്ചോ. പോലീസുമായി എന്നും പ്രശ്നമല്ലേ നിനക്ക്, ഉപകരിക്കും. നീ എന്ത് പറഞ്ഞാലും സാധിച്ചു തരുമോ ഈ ചിറ്റപ്പൻ? പിന്നല്ലാതെ നിനക്കെന്താ സംശയം? എടി, എനിക്ക് കുറച്ച് നാളെ ഒരു ആഗ്രഹം, ചെറിയൊരാഗ്രഹം. എന്താ നീ പറ. നിന്റെ ചിറ്റപ്പന് തലയിരിക്കുന്ന ആ കമ്മീഷണർ തൊപ്പിയില്ലേ, അതൊന്ന് തലയിൽ വെക്കണമെന്ന്. ആ, എൻ്റെ ചിറ്റപ്പന്റെ തലയിലെ തൊപ്പിയോ? എന്ന് പറഞ്ഞാ ഏതെങ്കിലും കമ്മീഷണറുടെ തലയിലെ തൊപ്പി. സിനിമയിലെ പോലീസ് കഥാപാത്രങ്ങളെ കണ്ട് തോന്നിയൊരാഗ്രഹമാണ്. അതിനെന്താ, നിന്റെ ആഗ്രഹം ഇപ്പൊ സാധിച്ചു തരാം.